എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. നമ്മൾ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ കാണുന്നതിന് മുമ്പ് ആദ്യം നമ്മളൊരു ബാറ്ററി കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്താൽ ആ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണെങ്കിൽ ഇതിൽ ചാർജ് വന്നത് ക്യൂം ആണെങ്കിൽ നമുക്കറിയാം, പണ്ട് നമ്മൾ വർക്ക് ഡൺ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. വർക്ക് ഡൺ ഈക്വൽ ടു ക്യൂ വി ആണ്. ആ ഒരു ഇക്വേഷൻ ആദ്യം മനസ്സിൽ വെക്കണം. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററി ചെയ്യുന്ന വർക്ക് ഡൺ എത്രയാന്ന് ചോദിച്ചാൽ അത് ക്യൂ വി ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ബാറ്ററി ടു ചാർജ് എ കപ്പാസിറ്റർ ഈക്വൽ ടു ക്യൂ വി. ഇനി ഇത് നമ്മൾക്ക് ക്യൂ വി എന്നുള്ളതിനെ മാറ്റിയിട്ട് വേണമെങ്കിൽ പല വിധത്തിലാക്കാം. ഇപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് സി വി സ്ക്വയറിൽ അതിന് പകരമാണെങ്കിൽ സി വി സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്യൂ സ്ക്വയർ ബൈ സി എന്ന് എഴുതാം. ഇതൊക്കെ വർക്ക് ഡൺ ബൈ ദ ബാറ്ററിയാണ്. ഇനി ഇങ്ങനെ ഒരു വർക്ക് ചെയ്താൽ ആ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് ഇതിൻ്റെ പകുതിയേ ഉള്ളൂ, ഹാഫ് ക്യൂ വി, അല്ലെങ്കിൽ അതിന് നമുക്ക് ഹാഫ് സി വി സ്ക്വയർ, അല്ലെങ്കിൽ അതിന് നമ്മൾക്ക് ക്യൂ സ്ക്വയർ ബൈ 2c ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൽ ചെയ്ത വർക്കിൻ്റെ പകുതിയെ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എത്രയാ ലോസ് എന്ന് ചോദിച്ചാൽ പകുതി ലോസായി പോയിട്ടുണ്ട്, 50% സ്റ്റോർ ആയിട്ടുള്ളൂ. അപ്പോൾ ലോസ് എത്രയാ? ഹാഫ് ക്യൂ വി, അല്ലെങ്കിൽ ഹാഫ് സി വി സ്ക്വയർ, അല്ലെങ്കിൽ ക്യൂ സ്ക്വയർ ബൈ 2c. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ ബാറ്ററി ക്യൂ വി ആണ്, സ്റ്റോർ ചെയ്തത് ഹാഫ് ക്യൂ വി ആണ്, ലോസ് ആയത് ഹാഫ് ക്യൂ വി തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ക്യൂവും വി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, സിയും വി ആണെങ്കിൽ അത്. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും ഏത് ഇക്വേഷനാണ് കൊടുക്കേണ്ടതെന്ന്. ഇനി നമ്മൾക്ക് സർക്യൂട്ടിൽ എങ്ങനെയാണ് എനർജി സ്റ്റോർഡ് ക്വസ്റ്റ്യൻ വരിക എന്ന് നോക്കാം. സർക്യൂട്ടിൽ വളരെ സിമ്പിളാണ്. സീരീസ് ആണെങ്കിലും പാരലൽ ആണെങ്കിലും രണ്ടിലും ടോട്ടൽ കാണാൻ യു ടോട്ടൽ എനർജി സ്റ്റോർഡ് ഈക്വൽ ടു ഹാഫ് സി എഫക്റ്റീവ് ഇൻറ്റു വി ബാറ്ററി സ്ക്വയർ കൊടുത്താൽ മതി. ടോട്ടൽ എനർജി സ്റ്റോർഡ്. ഇനി ഇത് തന്നെ നമ്മൾക്ക് എങ്ങനെ കാണാമെന്നറിയോ? ഒരാളത് എടുക്കുക, ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2 V2 സ്ക്വയർ പ്ലസ് എക്സെട്ര, ഓരോന്നും കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എഴുതാം U1 പ്ലസ് U2 പ്ലസ് U3 എക്സെട്ര. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നത്? നമ്മൾ ആ ബോർഡ് എക്സാമിൻ്റെ തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് സീരീസിനാണോ പാരലലിനാണോ രണ്ടിനും കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ രണ്ടിനും ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ നമ്മൾ സർക്യൂട്ട് പ്രോബ്ലത്തിൽ ഇത് നേരിട്ട് യൂസ് ചെയ്താൽ മതി. മറ്റൊരു കാര്യം, നമുക്ക് എനർജി ഡെൻസിറ്റി ആണ്. അതിന് നമ്മൾ സ്മോൾ യു എന്ന് കൊടുക്കും. സ്മോൾ യു എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ യു, ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ വോള്യം ആണ്. ഈ എനർജി ഡെൻസിറ്റീൻ്റെ ഇക്വേഷൻ ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ ആണ്. ഇതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ എന്ന് മാത്രമല്ല ഏതൊരു ഇലക്ട്രിക് ഫീൽഡിൻ്റെയും എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ് വരിക, ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ഇനി നമ്മൾക്ക് ഇതിങ്ങനെ മാറ്റി കൊണ്ടുപോവാം. അല്ലെങ്കിൽ നമ്മൾക്ക് സാധാരണ എനർജീൻ്റെ ഇക്വേഷൻ എന്താ അറിയാം? ഹാഫ് സി വി സ്ക്വയർ എന്നറിയാം. വോള്യം എന്ന് പറഞ്ഞാൽ AD എന്ന് കൊടുക്കാം, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ക്യൂ സ്ക്വയർ ബൈ 2c ഹോൾ ഡിവൈഡഡ് ബൈ AD എന്ന് എഴുതാം. അങ്ങനെ പലതാക്കിയിട്ട് ഇതിനെ മാറ്റാം. അപ്പോൾ എങ്ങനെ മാറ്റണമെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഈ ഇക്വേഷനെ ഹാഫ് എപ്സിലോൺ 0 ഇൻറ്റു
ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷനാണ്. അത് σ/ε0 ആണ്. അപ്പോൾ σ/ε0 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ ആ സിഗ്മയെ മാറ്റാം. ½ ε0 Q/A ε0 ഹോൾ സ്ക്വയർ ഇങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് ആലോചിച്ച് വെക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എനർജി ഡിവൈഡഡ് ബൈ വോള്യൂം, അതാണ് എനർജി ഡെൻസിറ്റി വരിക. അതിൻ്റെ ഒരു ഇക്വേഷൻ ½ ε0 ആണ്. അത് ബാക്കിയുള്ള ഇക്വേഷൻസ് ഒക്കെ വേണമെങ്കിൽ അതൊന്ന് ഉണ്ടാക്കിയിട്ട് പോവാം. ഇനി നമ്മൾക്ക് ഇതിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഫുള്ളി ചാർജ്ഡ് കപ്പാസിറ്റർ ആണ്. ആ ചാർജ്ഡ് കപ്പാസിറ്ററിനെ ഒരു വയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിലുള്ള ചാർജ് ഡിസ്ചാർജ് ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിലുള്ള എനർജി എത്രയാണ് ലോസ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചാർജ്ഡ് കപ്പാസിറ്ററിനെ ഒരു വയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ ഡിസ്ചാർജ് ചെയ്തു. ആ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എത്രയാ എനർജി പോയിട്ടുണ്ടാവുക, ഡിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുക. അപ്പോഴും നമ്മൾ അതിലുണ്ടായിരുന്ന എനർജി ½ CV² ആണല്ലോ, അതാണ് ഡിസിപ്പേറ്റ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ നമുക്ക് Q²/2C. അപ്പോൾ നമ്മൾക്ക് ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കുന്നു, പക്ഷേ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ നേരിട്ട് അതിൽ ആൻസർ എഴുതിയാൽ അതാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ഒരു കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റുകൾ, ഇവിടെയാണ് ആദ്യം പ്ലേറ്റ് എങ്കിൽ ആ ഒരു പ്ലേറ്റിന് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ആ ഡിസ്റ്റൻസ് കൂട്ടിയെന്ന് കരുതുക. അങ്ങനെ ആ 2 പ്ലേറ്റുകളെ തമ്മിൽ അകത്തി വെക്കാൻ എത്രയാണ് നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ? അപ്പോൾ ആ എക്സ്റ്റേണൽ വർക്ക് ഡൺ കാണണമെങ്കിൽ ΔU ചെയ്താൽ മതി. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ U ഫൈനൽ മൈനസ് U ഇനീഷ്യലി ചെയ്താൽ മതി. അപ്പോൾ ഏതാണോ വലുത് മൈനസ് ചെറുത് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് വരിക. അപ്പോൾ ഇവിടൊക്കെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് നോക്കുക, ഇതിങ്ങനെ ഒരു കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. ഇതിലൊരു ചാർജ് Q ഉണ്ടെങ്കിൽ ഞാനിതിനെ അകത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ Q സെയിം ആയിരിക്കും, കാരണം ബാറ്ററി ഒന്നും അവിടെ തന്നിട്ടില്ല. അപ്പോൾ അവിടെ മാറുന്നത് C ആണ്. അപ്പോൾ ആ ആദ്യത്തെ ഇനീഷ്യൽ എനർജി എഴുതുമ്പോൾ Q²/2C1 എന്നും ഫൈനൽ എഴുതുമ്പോൾ Q²/2C2 എന്ന് എഴുതാം. എന്നിട്ട് അത് മൈനസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടെ അവിടെ അറിഞ്ഞിരിക്കാം. ഫോഴ്സ് ആക്ടിങ് ഓൺ എ പ്ലേറ്റ്. ഫോഴ്സ് ആക്ടിങ് ഓൺ എ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ആണ്. ഈ പ്ലസിൻ്റെ അട്രാക്ഷനിലാണ് ഈ മൈനസ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് അനുഭവപ്പെടാൻ വളരെ സിമ്പിളാണ്. ഈ പ്ലേറ്റ് മാത്രം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എടുക്കുക. ശ്രദ്ധിക്കണം, ഞാൻ കപ്പാസിറ്ററിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഈ പ്ലേറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലാണ് ഇവൻ നിൽക്കുന്നത്, ഇവൻ്റെ ഇലക്ട്രിക് ഫീൽഡിലാണ് ഇവൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോഴ്സ് കാണണമെങ്കിൽ ഒരാൾ ഇലക്ട്രിക് ഫീൽഡ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് σ/2ε0 ആണ്. ഇൻറ്റു ഇതിൻ്റെ Q കൊടുത്താൽ മതി, അപ്പോൾ ഫോഴ്സ് കിട്ടും. ഫോഴ്സ് = QE ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ Q ഇൻറ്റു മറ്റതിൻ്റെ ഫീൽഡ് σ/2ε0. ഇനി വേണമെങ്കിൽ ആ സിഗ്മയെ നമുക്ക് Q/A എന്ന് എഴുതാം. അപ്പോൾ Q²/2A ε0 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് എന്ത് വരിക, ഒരു പ്ലേറ്റിലുള്ള ഫോഴ്സ് ചോദിച്ചാൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ഇക്വേഷൻസ് ഓരോന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ നോക്കും, വർക്ക് ഡൺ ബൈ ദ ബാറ്ററി ടു ചാർജ് എന്ന് പറയുന്നത് QV എന്ന് എഴുതാം, CV² എന്ന് എഴുതാം, Q²/C എന്ന് എഴുതാം. എനർജി സ്റ്റോർഡ് ആണെങ്കിൽ ½ QV എന്ന് എഴുതാം, ½ CV² എന്ന് എഴുതാം, അതേപോലെ Q²/2C എന്ന് എഴുതാം. ലോസ് ആണ് വേണ്ടതെങ്കിൽ ഇത് തന്നെ ½ QV, ½ CV², Q²/2C. അടുത്തത് സർക്യൂട്ടിൽ വരുന്ന സമയത്ത്
യു ടോട്ടൽ കാണാൻ പറയുമ്പോൾ ഈക്വൽ ടു U1 പ്ലസ് U2 പ്ലസ് U3 എക്സെട്ര ചെയ്താൽ മതി. അതെല്ലാവരും സെയിമാണ്. ഇനി ഓരോരുത്തരത് എടുത്തിട്ട്, അത് സീരീസ് ആണെങ്കിലും പാരലൽ ആണെങ്കിലും, അപ്പോൾ ഓരോരുത്തരത് എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് എഴുതാം? ഹാഫ് സി എഫക്റ്റീവ് ഇൻറ്റു വി ബാറ്ററി സ്ക്വയർ എന്ന് എഴുതാം. അടുത്തത് നമുക്ക് വന്നത്, ഇതിൽ നമ്മൾ ഒരു ഈ പ്ലേറ്റുകളെ സെപ്പറേറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ട എക്സ്റ്റേണൽ വർക്ക് ഡൺ, അത് വളരെ സിമ്പിളാണ്. ഡെൽറ്റ യു ചെയ്താൽ മതി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. വേറെ നമുക്ക് വന്നത് എനർജി ഡെൻസിറ്റി ആണ്, സ്മോൾ യു. അതിൻ്റെ ഇക്വേഷൻ വന്നത് ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ആണ്. ഇതിനെ ഈ വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ ഇക്വേഷൻസ് ആക്കി മാറ്റി കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, അത് എനർജി ഡെൻസിറ്റി ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഏതൊരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ, എവിടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടാലും ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എനർജി ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ അതായിരിക്കും. അടുത്തത് നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ നോക്കാം. ഫോഴ്സ് എന്നുള്ളത് QE കൊടുത്താൽ മതി. ആ QEയിലെ ഒരു E ആണ്, ഒരു പ്ലേറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് Q²/2A എപ്സിലോൺ 0 അങ്ങനെ ഫോഴ്സിൻ്റെ ഇക്വേഷനും കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് വരുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരെ ഈ 7 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏതാണ് ഇപ്പോൾ നമ്മൾക്ക് കുറച്ചൊരു പ്രോബ്ലം ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. അത് സർക്യൂട്ടിലാണ്. സർക്യൂട്ടിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ മറ്റൊന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 6 ഫാരഡ് ആണ്, ഇവിടെ ഒരു 3 ആണ്, അതേപോലെ ഇവിടെ ഒരു 2 ആണ്. ഇവിടെ ബാറ്ററിൻ്റെ വോൾട്ടേജ് ഈക്വൽ ടു ഒരു 10 വോൾട്ട് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ എനർജി കാണാം, ഓരോരുത്തരുത് കാണാം. അപ്പോൾ ഞാൻ ആ ചെയ്യുന്ന രീതി ഒന്ന് നോക്കണേ. 6ഉം 3ഉം വന്നാൽ 2 ആണല്ലോ, 6 2 അല്ല. അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം, ഒരു നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻസ് ആയിരിക്കും ആൻസർ വരിക. ഈ 2ഉം 4ഉം പാരലൽ ആണെങ്കിൽ അത് ടോട്ടൽ എത്രയാണ് വരിക? 6 ആണ്. ആ 6ഉം 3ഉം സീരീസ് ആവുമ്പോൾ 2 ആണ് കിട്ടുക. കാരണം 6/2 + 1 നമ്മൾ ആ മൾട്ടിപ്പിളിൻ്റെ കേസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് 6ഉം ഇത് എത്രയാണ് വരിക? 3 ആണ്. അപ്പോൾ 6ഉം 3ഉം ടോട്ടൽ എഫക്റ്റീവ് വരുന്നത് എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് കാണാം? ടോട്ടൽ കാണാം. ടോട്ടൽ ഈക്വൽ ടു ഹാഫ് CV² കൊടുത്താൽ മതി. ഹാഫ് ഇൻറ്റു C എന്ന് പറഞ്ഞാൽ 2 ആ വന്നത്, ഇൻറ്റു V² എന്ന് പറഞ്ഞാൽ 10² ഈക്വൽ ടു 100 ജൂളാണ് ടോട്ടൽ എനർജി. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ? ഓരോരുത്തരുത് കാണാൻ പറ്റും. ഓരോരുത്തരുത് എന്ന് പറഞ്ഞാൽ ഇത് 2ഉം 4ഉം 6 ആണ്, 6ഉം 3ഉം ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 3ൻ്റെ വോൾട്ടേജ് കാണാം. 3ൻ്റെ വോൾട്ടേജ് V3 ഈക്വൽ ടു V ഇൻറ്റു C2/C1 + C2. 3ൻ്റെ കാണുമ്പോൾ തൊട്ടപ്പുറത്തത് 6/9 ഈക്വൽ ടു 20/3 എന്നാണ് കിട്ടുക. ഇതാണ് V3യുടെ വോൾട്ടേജ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നാമത്തതിൻ്റെ എനർജി കാണാൻ പറ്റും. അത് ഹാഫ് CV² കൊടുത്താൽ മതി. ഹാഫ് ഇൻറ്റു C എന്ന് പറഞ്ഞാൽ 3, V² എന്ന് പറഞ്ഞാൽ 20/3. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 400/9. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് 200/3 ജൂൾ കിട്ടും. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഇവിടെ 20/3 ആണ് വോൾട്ടേജ് എങ്കിൽ 10ൽ നിന്ന് 20/3 പോയല്ലോ.
അപ്പോൾ ഇത് പാരലൽ ആയത് കൊണ്ട് 10 മൈനസ് 20/3 എന്ന് പറഞ്ഞാൽ 10/3 എന്ന് കിട്ടും. ഇതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് 10/3 ആവും. അപ്പോൾ ഞാൻ U2 കാണുകയാണ്. അപ്പോൾ 10/3 ആണെങ്കിൽ 2-ൻ്റെതും 4-ൻ്റെതും 10/3 ആണ്. അപ്പോൾ U2 എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 10/3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2.100/9 എന്നാണ് കിട്ടുക. അടുത്തത് നമ്മൾക്ക് എന്ത് ചെയ്യാം? U4 കാണാം. ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 10/3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100/9 ഈക്വൽ ടു 200/9. ഓരോരുത്തർ എനർജിയും കാണാൻ പറ്റും. ഇനി ഓരോരുത്തർ എനർജി ടോട്ടൽ കൂട്ടിയാൽ 100 കിട്ടും. അത് അറിയണമെങ്കിൽ ഇപ്പം 200/9 പ്ലസ് 100/9 അപ്പോൾ നമുക്ക് എത്രയായി? 300/9. ഇനി നമ്മൾക്ക് ഇതിനെ വേണമെങ്കിൽ എന്താക്കാമെന്നറിയോ? 600/9 എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ 600 പ്ലസ് 100 700 പ്ലസ് 200 900/9 ഈക്വൽ ടു 100 ജൂൾ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സർക്യൂട്ടിൽ ഓരോരുത്തരും കാണണമെങ്കിലുള്ള ഈ ഒരു പ്രോബ്ലം വരുമ്പോൾ മാത്രമേ ചിലപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ആ 7 ഇക്വേഷൻസ് പറഞ്ഞത് നോക്കുക. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചു തരാം, അത് ചെയ്ത് നോക്കാം കേട്ടോ.